ഹായ് ഗെയ്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളെ ആ ഒരു ചാർലി ചാപ്ലിൻ എന്ന ചാപ്റ്ററിൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണ്. അപ്പോൾ നമുക്കറിയാം ആ ഒരു ചാപ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജീവനിയാണ്. ചാപ്ലിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യത്തെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യുന്നു. കിസ് വിതാക്കി രചന എന്ന് പറയുമ്പോൾ ജീവനിയാണ്. അതുപോലെ തന്നെ അത് എഴുതിയ ആളുടെ പേര് ഗീത് ചതുർവേദി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ചാപ്റ്ററിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് സബ്സേ ബഡേ ഷോമാൻ, ഏറ്റവും വലിയൊരു ഷോമാൻ, അതായത് നമ്മൾ സ്റ്റേജിലൊക്കെ ഷോ ചെയ്യുന്ന ഏറ്റവും വലിയൊരു വ്യക്തി എന്ന നിലയിലേക്ക് അദ്ദേഹം പ്രസിദ്ധമായി എന്നതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് ആ ഒരു 2-3 ലൈൻസിൽ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുझे बारिश में चलना पसंद है, എനിക്ക് മഴയത്ത് നടക്കാൻ ഇഷ്ടമാണെന്ന് പറയുന്നു. ക്യോംകി ക്യോംകി മേരെ ആസു ജോ നെഹി ദേഖ് പാത്ത ഹെ കോയി, അപ്പോൾ മറ്റൊരാൾ എൻ്റെ കണ്ണുനീര് കാണുകയില്ല എന്നതാണ് പറയുന്നത്. അപ്പോൾ ചാർലി പറഞ്ഞിട്ടുള്ള ആ ഒരു വാചകങ്ങൾ അതിൽ ആ ഒരു 2 വരി പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയെടുക്കുക. ഓക്കെ, അപ്പോൾ മഴയത്ത് നടക്കാൻ ഇഷ്ടമായിരുന്നു കാരണം എൻ്റെ കണ്ണുനീരാരും കാണുകയില്ല എന്നതാണ് ആ വരിയിൽ പറയുന്നത്, ഫസ്റ്റ് ലൈനിൽ. അപ്പോൾ അത് ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ചാർലിയുടെ ആ ഒരു വചനം, ചാർലി എന്താണ് അതിന് പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചിട്ട്. പിന്നീട് നമുക്കതിൽ പറയാവുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ചാർലി ചാപ്ലിൻ്റെ ആ ഒരു ലൈഫിനെ പറ്റിയിട്ടാണ്. ഓക്കെ, ഒരു ദിവസം സ്റ്റേജിൽ അമ്മ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മയുടെ ശബ്ദം ഇടറുകയും ഫുസ്ഫുസാഹട്ട് മേം തബ്ദീൽ കർദിയ, അതായത് പിറുപിറുക്കലായിട്ട് മാറിപ്പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിറുപിറുത്ത സമയത്ത് ആ ഒരു സ്റ്റേജിൽ തൊട്ട് താഴെ നിൽക്കുന്ന കുറേ ആൾക്കാർ അദ്ദേഹത്തിനെതിരെ ഒരുപാട് കൂകി വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയെ സ്റ്റേജിൽ നിന്നും അവിടെ നിന്ന് പോരാൻ നിർബന്ധിതയാക്കി എന്നതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കണ്ട സമയത്ത് മാനേജറും അതുപോലെ തന്നെ അവിടെയുള്ള ചാർലിയുടെ അമ്മയും ഒരുപാട് തർക്കത്തിലുണ്ടായിരുന്നു. ആ തർക്കം കണ്ടപ്പോൾ ഫൈനലി ചാർലിനെ സ്റ്റേജിലേക്ക് പറഞ്ഞു വിടാൻ നിർബന്ധിതയാക്കി. ഓക്കെ, മാനേജറിൻ്റെ ആ ഒരു നിർബന്ധപ്രകാരമാണ് ചാർലി സ്റ്റേജിലേക്ക് പോകുന്നത്. അങ്ങനെ സ്റ്റേജിലേക്ക് പോയിട്ടുള്ള ചാർലി ചാപ്ലിൻ അവിടെ നിന്ന് ഒരുപാട് പാട്ടുകൾ പാടുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാക്ക് ജോൺസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാട്ട് പാടുകയും എല്ലാവരും അതിൽ കൈയടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പാട്ട് പാടിയ സമയത്ത് ഒരുപാട് ജനങ്ങൾ പൈസ എറിഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. പൈസ വർഷിക്കുക എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് വ്യക്തികൾ പൈസ കൊടുത്ത സമയത്ത് അത് എടുത്തുകൊണ്ട് പോകാനായിട്ട് മാനേജർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചാർലിക്ക് തോന്നി മാനേജർ സ്വയം ആ പൈസ എടുത്തുകൊണ്ട് പോവുകയാണെന്നുള്ളത്. ഫൈനലി ചാർലി മാനേജറെ പിന്നാലെ പോവുകയും ആ പൈസ എപ്പോഴാണോ മാനേജർ അമ്മയുടെ കൈകളിലേക്ക് കൊടുത്തത് ആ ഒരു ടൈം വരെ അദ്ദേഹം തിരിച്ച് വന്നില്ല എന്നൊരു കാര്യം മാത്രമാണ് പറയുന്നത്. ഓക്കെ, പിന്നീട് ആ ഒരു ചാർലി ചാപ്ലിൻ്റെ പ്രോഗ്രാം കണ്ടതിന് ശേഷം എല്ലാവരും അദ്ദേഹത്തിനെ പ്രശംസിക്കാൻ തുടങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ചാർലി ചാപ്ലിൻ്റെ ആ ഒരു പ്രോഗ്രാം കണ്ടതിന് ശേഷം എല്ലാവരും പ്രശംസിക്കാൻ തുടങ്ങി, അല്ലേ? അതിനുശേഷം കൈകൾ ക്ലാപ്പ് ചെയ്യാൻ തുടങ്ങി, കൈയടിക്കാൻ തുടങ്ങി എന്നൊക്കെ പറയുന്നുണ്ട്. ഫൈനലി അവിടെ ഒരു പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർലിക്ക് പെഹലി ഷോദ, ചാർലിയുടെ ആദ്യത്തെ ഷോ ആയിരുന്നു. മാംകി ആഖിരി ബാർ, അവസാനത്തെ ഷോയും ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. ഉസ്നെ ജന്മലേ ലിയാഥ, അവൻ ജന്മം എടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. ഓക്കെ, അതായത് പിന്നീടുള്ള എല്ലാ ഷോകളിലും അമ്മയ്ക്ക് പകരം പോയിരുന്നത് ചാർലി ചാപ്ലിനാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ആ ഒരു ചാപ്റ്ററിൻ്റെ മെയിൻ കണ്ടൻ്റായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ചോദിക്കാവുന്ന 2-3 ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ആ ഒരു ലൈൻസ്, അതായത് മുझे बारिश में चलना पसंद है, ചാർലിയുടെ ചാർലി പറഞ്ഞിട്ടുള്ള ആ ഒരു വാക്കാണത്. എനിക്ക് മഴയത്ത് നടക്കാൻ ഇഷ്ടമായിരുന്നു, അല്ലേ? എൻ്റെ കണ്ണുനീരാരും കാണുകയില്ല എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക്, അതൊന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തൊരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാം കി ആവാസ് പഠിക്കർ ഫുസ്ഫുസാഹട്ട് മേം തബ്ദീൽ കർ ദിയ, അമ്മയുടെ ശബ്ദം ഇടറിയിട്ട് പിറുപിറുക്കലായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഉസ് ഘടനയ്ക്ക് ആധാർ പർ ഉസ് ദിൻ കി ഡയറി ലിഖിയേ, ആ ഒരു സംഭവത്തിനനുസരിച്ച് കൊണ്ട് അമ്മ ആ ദിവസം ഒരു ഡയറി എഴുതുകയാണ്. അതെങ്ങനെയായിരിക്കാം എന്നുള്ള കാര്യം കൂടെ ചോദിക്കാം. പിന്നെ അതുപോലെ തന്നെ ചാർലിയും ഇതേ ദിവസം പ്രോഗ്രാം അവതരിപ്പിച്ചു. ആ ദിവസം ചാർലിയുടെ ഡയറി എങ്ങനെയായിരിക്കാം എന്നുള്ള കാര്യം കൂടെ ചോദിക്കുന്നത്. അപ്പോൾ ചാർലിയുടെ ആ ഒരു ഡയറി എങ്ങനെയാണെന്നുള്ളത് കൂടെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡയറി എഴുതുന്ന സമയത്ത് ആജ്കാ ദിൻ അച്ഛാ ദിൻ താന്ന് എഴുതാം, നല്ല ദിവസമായിരുന്നു. ആജ്കാ ദിൻ ബുരാ ദിൻ താ, മോശം ദിവസമായിരുന്നു. അപ്പോൾ 2 സിറ്റുവേഷൻസ് കൂടെ കൂടിച്ചേർന്ന് വരുന്നൊരു കാര്യമാണ് ഇവിടെ പറയുന്നത്. കാരണം അമ്മ സ്റ്റേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ സന്തോഷമല്ല, സങ്കടമായിട്ടുണ്ടായിരുന്നു ചാർലിക്ക്. അതുപോലെ തന്നെ ചാർലി ഫേമസ് ആയപ്പോൾ അവിടെ സന്തോഷവും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് 2 സിറ്റുവേഷനോടെ കൂടിക്കലർന്നിട്ട് വരുമ്പോൾ നമുക്ക് എഴുതാം ആജ്കാ ദിൻ
സുഖ ദുഃഖി മിലന്ത, സന്തോഷത്തിൻ്റെയും അതുപോലെ തന്നെ സങ്കടത്തിൻ്റെയും ഒരു കൂടിച്ചേരലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഡയറി നമുക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൻ്റെ നോട്ട്സ് എല്ലാം നമുക്ക് അടുത്ത വീഡിയോസിൽ തരാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ആ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് പറയുന്നത്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അടുത്ത ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്തെങ്കിലും സംശയങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.